നാട്ടിൽ വന്നിട്ട് ഫാമിലിയുടെ കൂടെ പോണ ആദ്യത്തെ ഷോപ്പിംഗ് ആണ് കേട്ടോ. അതൊക്കെ എടുത്തു വെച്ചിട്ട് ഒരുപാട് നാളായെങ്കിലും ഇപ്പോഴാണ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത്. വളരെ ചെറിയൊരു വീഡിയോ ആണ്. അമ്മയുടെ റിട്ടയർമെൻറ്റ് ഫംഗ്ഷൻ വരണ കാരണം ഞങ്ങൾക്ക് കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ എടുക്കാണ്ടായിരുന്നു. അതിന് വേണ്ടി പോയതാണ്. അപ്പോൾ തൃശ്ശൂരാണ് പോയത്. ഒരുപാട് നാളുകൾക്ക് ശേഷം തൃശ്ശൂർ കാണുകയാണ്. അങ്ങനെ എന്താ പറയുക, പണ്ടിങ്ങനെ ഒരുപാട് കറങ്ങി നടന്ന സ്ഥലത്തൊക്കെ പിന്നെയും പോകുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഇത്ര ഗ്യാപ്പിന് ശേഷം ഞങ്ങൾ ജയലക്ഷ്മിയിലാണ് പോയത്. ഒരുവിധം എല്ലാ ഷോപ്പിങ്ങും ഞങ്ങൾ യൂഷ്വലി ജയലക്ഷ്മിയിൽ നിന്നാണ് ഉണ്ടാവാറ്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പോയത്. അവിടെ ചെന്ന് ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഞങ്ങൾക്ക് അധികം അന്വേഷിച്ച് എടുക്കാണ്ട് കിട്ടാറുണ്ട്. ഞങ്ങൾ അവിടെ ചെന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ എടുത്തു. ഇപ്രാവശ്യത്തെ ഷോപ്പിംഗ് ഒക്കെ ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു. കാരണം ചേച്ചിയുടെ പിള്ളേരുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ബോറടിക്കാണ്ട് ഏറ്റവും വേഗം പരിപാടികളൊക്കെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ ഷോപ്പിംഗ് ത്രൂ ഔട്ട് മാമാട്ടിയും മാളൂട്ടിയൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ജൊഹാനുള്ള കാരണം അവർ 3 പേരും കൂടി അവരുടെ കാര്യമൊക്കെ നോക്കി കളിച്ചിരിച്ച് നല്ല എൻജോയ്മെന്റ് ആയിരുന്നു. വാശി ബഹളോ കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടും പെട്ടെന്ന് തന്നെ ഷോപ്പിംഗ് കഴിഞ്ഞു, അധികം ലേറ്റ് ആവാണ്ട്. പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ പണ്ട് എപ്പോഴും ഇങ്ങനെ തൃശ്ശൂർ വരുമ്പോൾ പോണൊരു സ്പോട്ടാണ് നിങ് പാലസ്. അവിടുത്തെ ഫുഡൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം അവിടെ തന്നെ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് ഡ്രാഗൺ ചോപ്സി, അത് അവിടുത്തെ വൺ ഓഫ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടാണ്. അങ്ങനെ പോണ വഴിക്ക് ഞങ്ങൾ പണ്ട് സ്ഥിരം മസാല ദോശ കഴിച്ചുകൊണ്ടിരുന്ന മിഥില ഷോപ്പ് കണ്ടു. അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തു. പിന്നെ തൃശ്ശൂർ റൗണ്ട്, ഏതൊരു തൃശ്ശൂർക്കാരൻ്റെയും ഒരു വികാരമാണല്ലോ ഈ തൃശ്ശൂർ റൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതും കണ്ടപ്പോൾ അതും നല്ല സന്തോഷമായി. ഇതിൻ്റെ ഇടയിൽ പിള്ളേർ സെറ്റിരുന്ന് പാട്ടും ബഹളമൊക്കെ ആയിരുന്നു. അവരവരുടെ കാര്യത്തിൽ ഭയങ്കര എൻജോയ്മെൻ്റ് ആണ്. പിന്നെ ഷോപ്പിങ്ങിന് പോകാമെന്ന് പറഞ്ഞാൽ അത് തൃശ്ശൂർക്ക് പോകാമെന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കറങ്ങി നടക്കാൻ. പിന്നെ ഞങ്ങൾ അങ്ങനെ മിങ് പാലസ് എത്തി. അവിടെ അതിൽ പാർക്കിംഗ് ഇല്ല, റൗണ്ടിലായ കാരണം. അപ്പോൾ ഞങ്ങൾ അവിടെ അടുത്തുള്ള ഒരു അമ്പലത്തിൻ്റെ പാർക്കിങ്ങിലാണ് എപ്പോഴും ഇടാറ്. അതേപോലെ തന്നെ അവിടെ ഇട്ടു. നല്ല ഉഗ്രൻ വെയിലായിരുന്നു. പിന്നെ ഇതാണ് മിങ് പാലസിൻ്റെ ഉള്ളിലൊരിത്. പണ്ട് ഇവിടെയൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. ഒരുപാട് സമയം വെയിറ്റിംഗ് ടൈം ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പം അങ്ങനെ അത്ര തിരക്കൊന്നും ഇല്ല, എന്നാൽ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഡ്രാഗൺ ചോപ്സിയും അതേപോലെ തന്നെ ഫ്രൈഡ് റൈസ് തന്നെയായിരുന്നു. അപ്പോൾ ഡ്രാഗൺ ചോപ്സിയുടെ ഈ മിക്സിംഗ് ഒക്കെ എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ടു ബി ഹോണസ്റ്റ് പണ്ടത്തെ അത്ര വൈബൊന്നും ഇല്ലെങ്കിൽ അത്യാവശ്യം നല്ല ഫുഡ് തന്നെയായിരുന്നു. പിന്നെ പോണ വഴിക്ക് പണ്ട് ഞാൻ വർക്ക് ചെയ്തിരുന്ന എഫാത്ത ക്ലിനിക്കൊക്കെ കണ്ടു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് ഒരുപാട് നാളുകൾക്ക് ശേഷം കാണുമല്ലേ. ഇത് കഴിഞ്ഞ് സ്റ്റുഡിയോയിലും കൂടി പോയിട്ടാണ് ഞങ്ങൾ ഇന്നത്തെ ഷോപ്പിംഗ് ഒക്കെ അവസാനിപ്പിച്ചത്. വളരെ ഫാസ്റ്റ് ആയിരുന്നു ഇന്നത്തെ ഷോപ്പിംഗ്. എനിക്ക് ഇത് കഴിഞ്ഞൊരു പ്രോഗ്രാം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക.